ഞാൻ എടുത്തിരുന്ന റൂമിൽ സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരുന്ന റൂം, ആ റൂമിലാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. ഞാൻ ഞെട്ടിയതറിഞ്ഞപ്പോൾ, കാരണം ആ റൂമിൽ ഞാൻ കുറേ സ്റ്റുഡൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റൽ എന്ന് പറഞ്ഞത് വളരെ സൗകര്യപ്രദമാണ്. ഡെയിലി വീട്ടിൽ നിന്ന് എന്നും വന്നു പോകാൻ പറ്റാത്ത സ്റ്റുഡൻസിനാണെങ്കിലും വുമൻസിനാണെങ്കിലും, അതായത് ജോലിക്കാർക്കാണെങ്കിലും വളരെ സൗകര്യപ്രദമാണ് ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില വീടുകളിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നവരുമുണ്ട്. പക്ഷേ നല്ലൊരു ഏരിയയിൽ നല്ല റൂം കിട്ടുക എന്ന് പറഞ്ഞത് അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതിപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയാണെങ്കിലും. കാരണം നമ്മൾ താമസം തുടങ്ങിക്കഴിഞ്ഞാലായിരിക്കും പല പ്രശ്നങ്ങളും തലവെക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഒരു കുട്ടിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മരിച്ചതെന്ന് പറയുമ്പോൾ അവര് വീട്ടിലുള്ളവരെല്ലാവരും എന്തോ സിനിമയ്ക്ക് പോയിരുന്ന സമയത്ത് കുട്ടി ഞാൻ എടുത്തിരുന്ന റൂമിൽ സ്റ്റഡി ടേബിളൊക്കെ ഇട്ടിരുന്ന റൂം, ആ റൂമിലാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. ഞാൻ ഞെട്ടിയതറിഞ്ഞപ്പോൾ, കാരണം ആ റൂമിൽ ഞാൻ കുറേ പ്രാവശ്യം ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്, പഠിക്കാനിരുന്നിട്ടുണ്ട്, കുറേ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഇതിപ്പോ നമുക്കാരും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ആ റൂം എടുത്ത കുട്ടിയെയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെയോ, കാരണം ആ സ്ഥാപനത്ത് അവിടെ വന്ന് തൂങ്ങി മരിച്ചത് അവരെ കുറ്റം കൊണ്ടല്ലല്ലോ. ഇപ്പോൾ സാധാരണഗതിയിൽ കുറച്ച് നായ്ക്കൾ നിർത്താതെ ഓരിയിട്ടാൽ, അതായത് കുരയ്ക്കുകയല്ലാതെ ഓരിയിടുക എന്ന് പറയും. അങ്ങനെ ഓരിയിട്ടാൽ നമുക്ക് കാണാത്ത, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത പലതും ഇവർക്ക് കാണാൻ കഴിയുമെന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം ചില നെഗറ്റീവ് എനർജികളെ ഇവർക്ക് അവരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമത്രേ. രാത്രികാലങ്ങളിൽ നായ്ക്കൾ നിർത്താതെ ഓരിയിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഒരേ ഒരു ഭാഗത്തേക്ക്, ഒരേ ഒരു പോയിന്റിലേക്ക് അവർ നോക്കി കുരയ്ക്കുകയാണെങ്കിൽ അവിടെ എന്തോ ഒരു എനർജി ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ നല്ലതുപോലെ കുരച്ചിരുന്ന നായ പെട്ടെന്ന് കുര നിർത്തി വാലും ചുരുട്ടി വീടിനകത്തേക്ക് ഓടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ കൂട്ടിന്റെ അകത്തേക്ക് ഓടി പോവുകയാണെങ്കിൽ, അവൻ നോക്കുന്ന ഭാഗത്ത് ഏതോ ഒരു ദുഷ്ടശക്തി നടന്നു വരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതുപോലെ ഒരു നായും വെറുതെ ഓരിയിടില്ല. അവരുടെ ആ ഓരിയിടൽ തന്നെ ഒരു പേടിപ്പെടുത്തുന്നതാണ്. അതിൻ്റെ അർത്ഥം തൊട്ടടുത്ത് തന്നെ ഏതൊരു ആത്മാവ്, ഒരു ദുഷ്ടശക്തി ഉണ്ടെന്ന് അർത്ഥം. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.